ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ടെലഗ്രാമിൽ ഓൺലൈൻ വഴി പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന പരസ്യം കണ്ട് പണം കൈമാറിയ കണ്ണപുരം സ്വദേശിയായ യുവതിക്ക് 1,65,000 രൂപ നഷ്ടപ്പെട്ടു. നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പിനിരയാക്കുകയായിരുന്നു. തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ പണം ആവശ്യപ്പെട്ട് കബളിപ്പിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പാർട്ട് ടൈം ജോലി എന്ന പേരിൽ തുടക്കത്തിൽ നൽകിയ പണം ലാഭത്തോടുകൂടി തിരികെ ലഭിക്കുന്നതുകൊണ്ട് പലരും ഇതിൽ വിശ്വസിച്ച് തട്ടിപ്പുകാർ ചോദിക്കുന്ന പണം നൽകുന്നു. കണ്ണപുരം സ്വദേശിക്കും അങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടത്. ആദ്യം തുക പറഞ്ഞതുപോലെ തന്നെ നൽകി വിശ്വാസം ആർജിക്കും. ഒരു നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തിയാൽ പിന്നീട് തുക തിരികെ ലഭിക്കാതിരിക്കുമ്പോഴാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു പരാതിയിൽ വ്യാജ ഹോട്ടൽ റൂം ബുക്കിംഗ് വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്ത വളപട്ടണം സ്വദേശിക്ക് 7,431 രൂപയും നഷ്ടമായി. വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്യുകയും അതിൽ കണ്ട ലിങ്കിൽ പ്രവേശിച്ച് പണമടക്കുകയുമായിരുന്നു. ശേഷം ഹോട്ടലിൽ ചെന്നപ്പോൾ അവർക്ക് പേയ്മെന്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് റൂം നൽകാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലായത്. ഇത്തരത്തിൽ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യുന്നവർ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന വെബ്സൈറ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പണം കൈമാറണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ പൂർണ്ണമായും അത് നിരസിക്കണമെന്നും വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.